ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ തിരുനാൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. തൻ്റെ ശിഷ്യന്മാരുമായി ഒരു ഭവനത്തിലേക്ക് എത്തുന്ന യേശുവിനെ കാണാനായി ഒത്തിരിയധികം മനുഷ്യർ തിക്കിക്കൂടുകയാണ്. ഈ തിരക്ക് കാരണം ഈശോയ്ക്ക് ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഈശോയ്ക്ക് സുബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാനായി അവൻ്റെ ബന്ധുക്കൾ എത്തുന്നതിനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഈശോയെക്കുറിച്ചാണ്. ചില മനുഷ്യർ ഈശോയെ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ബന്ധുക്കളാണ്, അടുത്ത ജനങ്ങളാണ്, അവനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ്. അപ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് ചില മനുഷ്യർ ഈശോയെക്കുറിച്ച് ചില അബദ്ധ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. കാരണം ഈശോ ചെയ്യുന്ന ചില പ്രവൃത്തികളെ, ഈശോയുടെ ചില വാക്കുകളെ അവിടെ ഉണ്ടായിരുന്ന ചില മനുഷ്യരെ അലോസരപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞുണ്ടാക്കിയ ചില വാക്കുകളാണ് ഈ തെറ്റിദ്ധാരണ പടർത്തിയത്. ഈശോയ്ക്ക് സുബോധം നഷ്ടപ്പെട്ട മനുഷ്യനാണ്, അവൻ പാപികളോടൊപ്പവും ചുങ്കക്കാരോടൊപ്പം ഒക്കെയാണ് സഹവസിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന റബ്ബിമാരോ അവിടെ ഉണ്ടായിരുന്ന നിയമ പുരോഹിതന്മാരോ ഒന്നും ഇങ്ങനെയുള്ള മനുഷ്യരോടൊപ്പം നടന്നിരുന്നില്ല. പക്ഷേ ഇവൻ്റെ കൂട്ടുകാരാകട്ടെ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ്. അവൻ അവരോടുകൂടെ ആയിരിക്കുകയും അവരെ സൗഖ്യപ്പെടുത്തുകയും മാത്രമല്ല, എല്ലാവരും തൊടാനും അടുത്തായിരിക്കാനും ഒക്കെ അറുപ്പ് പ്രകടിപ്പിച്ചിരുന്ന കുഷ്ഠരോഗികളോടൊപ്പം പോലും ഇവൻ സഹവസിക്കുന്നുണ്ട്, അവരെ പോലും തൊട്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ സുബോധമുള്ള മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഈ നന്മ കാര്യങ്ങളാണ് അവനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത്, അവൻ സുബോധമില്ലാതെ. അപ്പോൾ ഇത് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ചില നന്മ പ്രവൃത്തികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില ദൈവാനുഗ്രഹങ്ങളെ, ദൈവ ഇടപെടലുകളെ നമുക്കൊരിക്കലും സ്വബോധത്തോടെ മനസ്സിലാക്കാൻ സാധിക്കാതെ നമ്മൾ ദൈവത്തെ കുറ്റം പറയാറുണ്ട്. ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. ദൈവം എന്തുകൊണ്ടാണ് ഇത്ര വിചിത്രമായി ഇത് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഈ ഇസ്രായേലിലുണ്ടായിരുന്ന അന്നത്തെ സമൂഹത്തെ പോലെ ദൈവം ചെയ്തിരുന്ന നന്മ പ്രവൃത്തികളെ അത് അവൻ്റെ സ്നേഹപ്രകടനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവനെ സുബോധമില്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിലും ചില ദൈവിക ഇടപെടലുകളെ നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. ആ മനസ്സിലാകാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. അപ്പോൾ സുവിശേഷം പറയുന്നത് ഈശോയുടെ ഇടപെടലുകളെ നമ്മൾ വ്യക്തമായി നമ്മുടെ അനുഗ്രഹത്തിനുള്ള രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി നമ്മൾ കാണണം. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന സഹനങ്ങളെ കുറിച്ചല്ല ഓർക്കേണ്ടത്, വരാനിരിക്കുന്ന നന്മകളെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴുണ്ടാകുന്ന സഹനങ്ങളെ സ്നേഹത്തോടു കൂടെ സ്വീകരിക്കാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും നമുക്ക് കഴിയണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ദയയുടെ വിശുദ്ധൻ എന്നാണ്. ഒത്തിരിയധികം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വേദപാരംഗതനാണ്. ഒത്തിരിയധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന കാൽവിനിസം എന്ന് പറയുന്ന ഒരു പാഷണ്ഡതയ്ക്കെതിരെ പഠിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് വിസിറ്റേഷൻ സഭയൊക്കെ സ്ഥാപിച്ച ഈ വിശുദ്ധൻ. അപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ഈ കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി ഒത്തിരിയധികം കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ ഒന്നായിരിക്കണം. അപ്പോൾ ഈ കുടുംബജീവിതക്കാരോട് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. പരസ്പരം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം. ചില മനുഷ്യരെ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. നമ്മളും ചുറ്റുമുള്ള മനുഷ്യരുടെ നന്മ പ്രവൃത്തികളെ പോലും നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവരെയും സുബോധമില്ലാത്ത മനുഷ്യരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെയുള്ള ഇല്ലായ്മകൾ പറയാറുണ്ട്. ഇപ്പം ഈശോയെക്കുറിച്ച് അവർ പറഞ്ഞതുപോലെ, അവർ ചിന്തിച്ചതുപോലെ. അപ്പം ഇന്ന് ഈശോ നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. നമ്മളൊരിക്കലും മറ്റു മനുഷ്യരുടെ നന്മ പ്രവൃത്തികളെ തിന്മയായി വിലയിരുത്തുന്ന മനുഷ്യരായി മാറരുത്. ഫ്രാൻസിസ് സാലസ് അന്ന് അവിടെ ഉണ്ടായിരുന്ന തിന്മയ്ക്കെതിരെ എഴുത്തിലൂടെയും വാക്കുകളിലൂടെയൊക്കെ പോരാടിയതുപോലെ നമ്മൾ നന്മ പ്രചരിപ്പിക്കുന്ന മനുഷ്യരായി മാറണം. തിന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരാകരുത്. മറ്റുള്ള മനുഷ്യരുടെ നന്മ പ്രചരിപ്പിക്കുന്നവരും പരസ്പരം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി സ്നേഹിക്കുന്നവരുമായി തീരണമെന്നാണ്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.